നമസ്കാരം, കാർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പുതിയ വാഹനമല്ല, കാറിന് ഏറ്റവും വേണ്ടുന്ന നമുക്കെല്ലാം ഒരുപാട് ഹെൽപ്ഫുള്ളായ ഒരു പ്രോഡക്റ്റാണ് ഇത്തവണ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതായത് വളരെ വേഗത്തിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് കവർ. അതിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഈ കോവിഡ് കാലത്ത് ഷോറൂമുകളിലൊന്നും പോയി ബുദ്ധിമുട്ടാതെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ സീറ്റ് കവറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വളരെ വേഗത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ 4 സൈസുകളിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ വാഹനം ഏതാണെന്നനുസരിച്ചിട്ട് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നാപ്പ ലെതർ, അതായത് ഓട്ടോമോട്ടീവ് ഗ്രേഡിലുള്ള നാപ്പ ലെതറിൽ തന്നെയാണ് ഇത് ലഭിക്കുന്നത്. ഇത് ശരിക്കും എയർബാഗ് ഫ്രണ്ട്ലി ആണ്. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ സീറ്റ് കവർ ഒന്ന് കാണാം, അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ എല്ലാ തവണയും ഞാൻ പറയുന്നത് പോലെ തന്നെ കാർക്കടുവ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലിങ്കുകൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സീറ്റ് കവർ, അതായത് ഓട്ടോഫോം ഇന്ത്യ എന്ന് പറയുന്ന കമ്പനിയുടെ ഈസി ഫിറ്റ് എന്ന് പറയുന്ന സീറ്റ് കവർ ബ്രാൻഡാണിത്. ഈ കമ്പനി 30 വർഷമായിട്ട് സീറ്റ് നിർമ്മാണവുമായിട്ടും മറ്റ് ആക്സസറികളുമായിട്ട് വിപണിയിലുള്ളവരാണ്. ഈ സീറ്റ് കവറിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉൾവശം നോൺ സ്ലിപ്പറിയാണ്. അതായത് ഒരിക്കൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തെന്നി മാറുമോ, ഇതിൻ്റെ ഷേപ്പ് മാറുമോ, ഇങ്ങനത്തെ യാതൊരു ടെൻഷനും വേണ്ട. ഇത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ട ബക്കിൾസ് ഇതെല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് നല്ലൊരു കാര്യമായിട്ട് തോന്നിയത്, നമ്മുടെ വില കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഈ കാറിൻ്റെ സീറ്റ് കുത്തി തുളയ്ക്കേണ്ട, അങ്ങനെയൊന്നും വേണ്ട. ഇനി അഥവാ ഒരു പിക്നിക്കിനൊക്കെ പോയി ഇത് കുറച്ച് അഴുക്കായി എന്നൊക്കെ തോന്നുന്നുവെങ്കിൽ നമുക്കിത് ഊരിയെടുത്ത് വാഷ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ ഒരു വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6000 മുതൽ 9000 രൂപ വരെയാണ്. 4 ഡിസൈനുകളിൽ, സ്പോർട്ടി ഡിസൈനുകളിൽ ഈ സീറ്റ് കവർ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് എത്ര വേഗത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇത് എങ്ങനെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്യാം എന്നൊന്ന് കാണിച്ചു തരാം. പിന്നെ കൂടുതൽ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൽ കോൺട്രാസ്റ്റ് കളറിൽ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അറ്റത്തായിട്ടൊരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു സോഫ്റ്റ് ഫീലാണ്, ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഡ്രൈവർ സീറ്റിലെ സീറ്റ് കവർ ഇടാൻ പോവുകയാണ്. എത്ര ഈസിയാണ് ഇതൊന്ന് നോക്കുക. അപ്പോൾ ആദ്യം ഇതിങ്ങനെ എടുക്കുക. ഇവിടെ ഒരു സിബുണ്ട്, അതിങ്ങനെ മാറ്റിയിട്ട് ഒരു ഉടുപ്പിടുന്ന ലാഘവത്തോടെ നമ്മൾ ഇവിടെ ഒരു വെൽക്രോ ഉണ്ട്, അത് മാറ്റിയിട്ട് 2 സിപ്പ് ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ഹെഡ് റെസ്റ്റിലൂടെ ഇതിങ്ങനെ ജസ്റ്റ് സീറ്റിലേക്ക് ഇടുക. ഇവിടെ ഈ സിബ് എന്നിട്ട് വലിച്ചിടാം. ഇതിനിടയിലുള്ള വെൽക്രോ ടൈറ്റായിട്ട് തന്നെ രണ്ടും കൂടി പിടിപ്പിക്കുക. ഇനി നമ്മൾ ഈ സീറ്റിൻ്റെ 2ാമത്തെ പീസ് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഇങ്ങനെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നോൺ സ്ലിപ്പറിയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് സീറ്റ് കവറിൻ്റെ 2 ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി അവർ നമുക്ക് തന്നിരിക്കുന്ന ഒരു ബട്ടർഫ്ലൈ ക്ലിപ്പാണിത്. ഇതിനകത്തേക്ക് ഇവിടെ 2 സ്ട്രിപ്പുകളുണ്ട്, ഹൂക്ക് പോലെ തോന്നിക്കുന്ന 2 സ്ട്രിപ്പുകൾ ഇതിൻ്റെ 2 എഡ്ജിലായിട്ടുണ്ട്. അതിലേക്ക് ഇത് രണ്ടും ഘടിപ്പിക്കുക. ഘടിപ്പിച്ച ശേഷം ഇത് ഈ സീറ്റിൻ്റെ 2 സീറ്റിൻ്റെയും കൂടെ ഈ മധ്യത്തിലൂടെ ഇതിനെ തള്ളി നമ്മൾ ബാക്കിലേക്ക് ഇടണം. ബാക്കിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ഇത് ബലത്തിൽ വലിച്ച് ഇത് കറക്റ്റ് ഫിറ്റിങ്ങിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണിത്. നമുക്ക് കാണാം, ഇതൊന്നും കൂടി ടൈറ്റായിട്ട് ഉള്ളിലേക്ക് വലിച്ചു വെക്കാം. വീണ്ടും ഇവിടെയും ഒരു സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്, അതും ഈ ബട്ടർഫ്ലൈ ക്ലിപ്പിലേക്ക് നമുക്ക് പിന്നെ കൊളുത്തി വെക്കാം. ഈ സീറ്റ് കവറിൻ്റെ 2 ഭാഗത്തായിട്ട് 2 ബക്കിൾസ് കൊടുത്തിട്ടുണ്ട്. നല്ല ടൈറ്റായിട്ട് നീറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് തമ്മിൽ ബന്ധിപ്പിക്കണം. ഇത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉണ്ട്. ഞാനിവിടെ ഇത് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഹെഡ് റെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കവർ. അതിൻ്റെ ഒരു സൈഡ് പിന്നെ ഒരു മാറ്റ് ഫിനിഷ് പോലെ സ്ലിപ്പറി അല്ലാത്ത മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും 2 ക്ലിപ്പുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെറുതെ ഈസി ആയിട്ട് തന്നെ ഇത് ഇങ്ങനെ ചെയ്യാം. ഇത് ജസ്റ്റ് വലിച്ച് ഈ ക്ലിപ്പുകൾ ഇങ്ങനെ ഇടുക എന്നുള്ള മാത്രമേ ഉള്ളൂ ഇതിലെ പരിപാടി.
ഇപ്പോൾ നമുക്ക് ഏകദേശം ഡ്രൈവർ സീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഹെഡ് റെസ്റ്റിന് വേണ്ടതും എല്ലാം ഇത് ചെയ്തു. എല്ലാ ക്ലിപ്പുകളെല്ലാം ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇപ്പം നമുക്ക് കോ ഡ്രൈവർ സീറ്റിൽ എങ്ങനെയാണെന്ന് നോക്കാം. ബാക്കിലായിട്ട് 2 പൗച്ചുണ്ട്, ഡീപ്പായിട്ടുള്ള പൗച്ചുകളുണ്ട്. വാഹനത്തിൻ്റെ സെക്കൻഡ് റോയിൽ നമ്മൾ ഫ്രണ്ടിൽ കണ്ടതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ സീറ്റ് കവർ ഇടാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇരിക്കുന്ന ഭാഗത്ത് ചെയ്യാം. അപ്പം ഇത് 2 ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടുള്ളതാണ്. മധ്യത്തിലുള്ളത് രണ്ടാമതാണ് ചെയ്യേണ്ടത്. ഇവിടെയും വെൽക്രോ ഉണ്ട്. മുന്നിലത്തെ പോലെ ഹൂക്കല്ല, ഇവിടെ വെൽക്രോയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ നല്ല ബലം പ്രയോഗിച്ചിട്ട് ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഒരിടത്ത് ഹൂക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ സീറ്റിൻ്റെ ഇവിടെയായിട്ട് തന്നെ ഇത് ചെയ്യാം. ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നേരത്തെ മുന്നിൽ കണ്ടതുപോലെ ബട്ടർഫ്ലൈ ക്ലിപ്പ് വെച്ചിട്ട് ബൂട്ട് സ്പേസിലേക്ക് തള്ളാൻ വേണ്ടിയിട്ട് ഇവിടെ 2 സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് ബട്ടർഫ്ലൈ ക്ലിപ്പ് വെച്ച് നമുക്ക് യോജിപ്പിച്ച ശേഷം ബാക്കിലേക്ക് ഇടാം. ഇപ്പുറത്തെ സീറ്റുകളും ഇതേപോലെ തന്നെ ചെയ്യുക. സീറ്റ് ബെൽറ്റിനുള്ള പ്രൊവിഷൻ നമ്മൾ പുറത്തേക്ക് തന്നെ വെക്കണം. അതിനുള്ളിലേക്കാണ് ഈ സീറ്റ് കവർ ഇങ്ങനെ തള്ളിച്ച് വെക്കേണ്ടത്. ഈ സീറ്റ് 2 ഈ പോർഷനെ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വെൽക്രോ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ വളരെ ബലത്തിൽ വലിച്ചിട്ട് പരസ്പരം ബന്ധിപ്പിക്കണം. ഇനി നമുക്ക് മുകൾ ഭാഗം ഇത് ചെയ്യാം. വെൽക്രോ ഇതിൽ 2ലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 മുകൾ ഭാഗത്തെ സീറ്റ് കവറുകൾ തമ്മിലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ബന്ധിപ്പിക്കുക. ഇങ്ങനത്തെ ഹൂക്കോട് കൂടിയ നീളമുള്ള ഒരു സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഈ സീറ്റ് ജസ്റ്റ് മറിച്ചിട്ടിട്ട് ഇതിനുള്ളിലൂടെ തള്ളി ബാക്കിലേക്ക് ബൂട്ട് സ്പേസിലേക്ക് ആക്കണം. എന്നിട്ട് അവിടെ നിന്ന് ഇവിടെയായിട്ട് വേറെ ഒരു സ്ട്രിപ്പുണ്ട്. അതുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ വളരെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. സെക്കൻഡ് റോയിലെ 2 സീറ്റുകളും വളരെ കൃത്യമായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. നല്ല ബലത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള സ്ട്രാപ്പുകൾ തമ്മിൽ നീറ്റായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ നമുക്ക് കാണാം. വളരെ ഫിറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇനി ഇപ്പോൾ ഈ നടുക്കത്തെ അവിടെ മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അത് ശരിക്കും പറഞ്ഞാൽ ആംറെസ്റ്റ് ആവശ്യമുണ്ട് എങ്കിൽ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ആംറെസ്റ്റ് ഉപയോഗിക്കണമെങ്കിൽ അത് ജസ്റ്റ് വെൽക്രോ വെച്ചുള്ള ഒരു ഫിറ്റിംഗ് മാത്രമാണ്. നമുക്ക് ഇളക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഒരു നീളമുള്ള സ്ട്രാപ്പ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ രീതിയിലും നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത് ബാക്കിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ ബാക്കിലെ ഹെഡ് റെസ്റ്റിൻ്റെ കവർ ഇടാൻ പോവുകയാണ്. ഇതും നേരത്തെ കാണിച്ചതുപോലെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ബാക്ക് റോയിലെ ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെയും സീറ്റുകളുടെ ഏകദേശം നന്നായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 സ്ട്രിപ്പുകൾ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ വെൽക്രോയും ടൈറ്റായിട്ട് തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ നടുക്കത്തെ പോർഷനാണുള്ളത്. അപ്പം ഈ നടുക്ക് കൊടുത്തിരിക്കുന്ന ഈ പോർഷനിൽ ഇവിടെ ഇങ്ങനെ അവർ വെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് ആ സീറ്റ് ബെൽറ്റിനുള്ള ആ ഒരു ബക്കിൾ ഇവിടെയുണ്ട്. ഓട്ടോഫോം ഇന്ത്യയുടെ ഈസി ഫിറ്റ് എന്ന കാർ സീറ്റ് ഉൽപ്പന്നം വളരെ ഈസിയായി തന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇതിൽ പിടിപ്പിച്ചത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പ്രോഡക്റ്റ് മാർച്ച് മാസം മുതൽ വിപണിയിൽ ലഭ്യമാണ്. ആമസോൺ ഓൺലൈനിലും autofomindia.com എന്ന അവരുടെ വെബ്സൈറ്റിലുമൊക്കെ ഈ ഉൽപ്പന്നം ലഭ്യമാണ്. ഇതേപോലെ ഉള്ള ഉൽപ്പന്നങ്ങൾ, രസകരമായ വളരെ യുണീക്കായിട്ടുള്ള നിങ്ങൾക്കൊക്കെ പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി മുതൽ കാർക്കടുവ യൂട്യൂബ് ചാനൽ ഇത്തരം കാർ ആക്സസറീസുകൾ, ബൈക്ക് ആക്സസറീസുകളൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും.
അപ്പോൾ ഓട്ടോഫോം ഇന്ത്യയുടെ സീറ്റ് കവറൊക്കെ ഇട്ട കാറിൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഡെൻസിറ്റി ക്വാളിറ്റി ഫോം ഉള്ള സീറ്റ് കവറാണിത്. അതുകൊണ്ട് തന്നെ നല്ല സുഖമൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു കാര്യം എനിക്കിതിൽ തോന്നിയത്, പ്രീമിയം കാറുകളിലെല്ലാം സീറ്റുകളിൽ തന്നെ എയർ ബാഗ് സംവിധാനം ഉള്ളതിനാൽ സീറ്റ് കവർ വേറെ പിടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ എയർ ബാഗ് ഫ്രണ്ട്ലി ആയ, അതായത് സീറ്റ് കവറിൻ്റെ സൈഡ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഈ സീറ്റ് കവറൊക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രീമിയം ഫാബ്രിക് സ്വഭാവമുള്ള പ്രീമിയം ലുക്കിലുള്ള സീറ്റ് കവറുകൾ അത്യാവശ്യം ചീത്തയാകാണ്ട് അഴുക്ക് പിടിക്കാതെ നന്നായിട്ടിരിക്കും. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഈസി ടു ക്ലീൻ ആണ്. ഈസി ടു ഫിറ്റ് എന്ന് പറയുന്ന പോലെ ഈസി ടു ക്ലീൻ ആണ്. ഇതിൽ വെൽക്രോ ഹൈ ക്വാളിറ്റി ആണ്. അപ്പം നമുക്ക് എത്ര തവണ ഊരിയെടുത്ത് കഴുകിയിട്ട് വീണ്ടും പിടിപ്പിച്ചാലും ഇതേ ഫിറ്റൊക്കെ കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ സോഫ്റ്റ് ഫീലുണ്ട്, തുടച്ചു മാറ്റാൻ പറ്റും അഴുക്കുകൾ. മാർച്ച് മുതൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ കാറിൻ്റെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളറുകളും പാറ്റേണും നിങ്ങളുടെ റേഞ്ച് അനുസരിച്ചിട്ട് ഒക്കെ ഇത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. കാർക്കഡുവ പരിചയപ്പെടുത്തിയ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇത്തരം യുണീക്കായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഫോൺ നമ്പറും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തേക്ക് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. ഏകദേശം സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് തീർക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ 15 മിനിറ്റോളം എടുത്തു. ഒറ്റയ്ക്കാണെങ്കിലും അത്രയൊക്കെ എടുത്തു. ഇത് സൈഡിലേക്കൊക്കെ പിടിച്ച് വെക്കാനായിട്ട് ഇത്ര ബലമൊക്കെ ആവശ്യമാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഈ ഓടിക്കുന്ന വാഹനം, വീട്ടിലെ വാഹനം തന്നെയാണ്. ബ്രസയുടെ സീറ്റ് കവറാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സീറ്റ് കവറ് ഏത് വലിപ്പത്തിലും ഇത് ക്വാളിറ്റി 4 റേഞ്ചുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടും. അപ്പോൾ വീണ്ടും എല്ലാവരും വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.